ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ വലിയ മഴയൊന്നും ഇല്ലാത്ത, എന്നാൽ ഒരുപാട് സൺലൈറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ദിവസമായിരുന്നു ഇന്ന്. കാലത്ത് തുറന്നപ്പോഴേ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പക്ഷെ പറയാൻ പറ്റില്ല കേട്ടോ, ഇവിടെ എപ്പോൾ മഴ പെയ്യും എപ്പോൾ മഴ പെയ്യില്ല എന്നൊക്കെ. ചില സമയത്ത് രാവിലെ നല്ല വെയിൽ കാണും, പക്ഷെ മഴയായിരിക്കും കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഫലം. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ക്ലൈമറ്റിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ രാവിലെ തന്നെ ഒന്ന് വെളിച്ചമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്ന് നോക്കിയതാണ്. മേലെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ സൂര്യൻ അങ്ങനെ അങ്ങോട്ട് പുറത്ത് ചാടിയിട്ടൊന്നുമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അലക്കാനിടണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. എന്നാൽ പിന്നെ വേണ്ട, കുറച്ചുകൂടി നോക്കിയിട്ടാവാം എന്ന് കരുതി. അപ്പോൾ ശരത്തേട്ടൻ ഇന്ന് രാവിലെ മഴയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നടക്കാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ശരി, ഞാനും വന്നേക്കാം എന്ന് ചോദിച്ചു. കുറേ നാളുകളായിട്ട് ഈ പാർക്കിൽ ഞാൻ വരാറില്ലായിരുന്നു. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും രാത്രിയൊക്കെ ഉണ്ടായിരുന്ന കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും ഇങ്ങനെ നനഞ്ഞ കോഴിയെ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് കോഴിയൊന്നും അല്ല കേട്ടോ, വേറെന്താണ്ട് ജീവിയാണ്, എനിക്ക് പേര് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എന്തായാലും കോഴിയിലൊക്കെ വകുപ്പിൽ പെടുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പം എല്ലാവരും ചടഞ്ഞുകൂടി ഇരിപ്പുണ്ട്. മഴയാണോ വെയിലാണോ എന്നൊന്നും അറിയാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക പച്ചപ്പാണല്ലേ എല്ലായിടത്തും. ആ വേനലിൻ്റെയൊക്കെ ആ ഒരു കരിവാളിപ്പൊക്കെ എല്ലാവർക്കും പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ചെടികൾക്ക് അവർക്ക് നല്ല ഉഷാറായിരിക്കും. പിന്നെ അങ്ങോട്ട് കുറച്ച് മഴ കിട്ടിയാൽ മതിയില്ലേ, എല്ലാവരും ഒന്ന് ആ ഒരു എന്താ പറയുക സടകുടഞ്ഞ് എഴുന്നേൽക്കും എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ ഇവിടെയും ഇങ്ങനെ കുറച്ച് ചെടികളിലൊക്കെ പൂക്കളും ഇതൊക്കെ ഉണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ വെള്ളം കെട്ടി നിന്നിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ നനഞ്ഞും കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ചില ഭാഗങ്ങളിലൊക്കെ ഡ്രൈ ആയിട്ടും ഇരിപ്പുണ്ട്. പല സ്ഥലങ്ങളിലും പലതുപോലെ. മഴക്കാലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാരൊന്നും നടക്കാനായിട്ടുണ്ടായിരുന്നില്ല. സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു 3-4 പേരെയൊക്കെ കണ്ടുള്ളൂ കേട്ടോ. മഴയല്ലേ, എല്ലാവർക്കും മടിയായിരിക്കും അല്ലേ. ഇതിനിടയ്ക്ക് ഒരാൾ മാത്രം പിണങ്ങി മാറി നിൽപ്പുണ്ട്. ഇവൻ ആരുടെയും കൂടുന്ന കൂട്ടത്തിലല്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ നടന്നപ്പോഴത്തേക്കും ശരത്തേട്ടൻ അങ്ങേ അറ്റത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ വരുന്നതാണെന്നാണ് ശരത്തേട്ടൻ പറയുന്നത് കേട്ടോ. ശരത്തേട്ടൻ പക്ഷെ അങ്ങനെയല്ല, ഓട്ടാണ്. എന്തിനാ ഇത്രയും ധൃതി പിടിച്ച് നടക്കുകയോ ഓടുകയും ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വളരെ ശാന്തമായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പിന്നെ ഒരിക്കലും ഞാൻ നടന്നിട്ടുണ്ടെങ്കിൽ ശരത്തേട്ടൻ്റെ കൂടെ എത്തിയില്ല. അത് കാരണം ഞാൻ എൻ്റെ പാട്ടിനും മൂപ്പര് എനിക്ക് വഴികാട്ടിയായിട്ട് മുന്നിലുമാണ് നടക്കാറുള്ളത്. 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിൽ വന്നിരുന്നു. ഇവിടെ ചെറിയ എക്സസൈസും കാര്യങ്ങളൊക്കെ കാർഡിയോ പോലത്തെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതേ ഒരാൾ കൊമ്പത്ത് കയറിയിരിക്കുന്നു, ബാക്കിയുള്ളവർ അവനെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെക്ക് വടക്ക് പോകുന്നു. മൂപ്പര് ഇതിൻ്റെ മുകളിൽ നിന്ന് ചാടണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാലം കുറേയായി ഇവരെ കാണാൻ തുടങ്ങിയിട്ടെങ്കിലും എനിക്ക് ഇവരുടെ പേരൊന്നും അറിഞ്ഞുകൂടാ. ഗിനിക്കോഴിയാണോ ഇതിൻ്റെ പേര്? എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. കഴുത്തിൽ ദൂലൊന്നുമില്ല, കാണാൻ നല്ല ഉണ്ടയായിട്ട് ഇരിപ്പുണ്ട്. പറഞ്ഞു നിൽക്കല്ല, അതേ മുകളിൽ നിന്ന് ചാടി കേട്ടോ. കാലൊന്നും ഒടിയാഞ്ഞത് ഭാഗ്യം. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത് അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എന്നാൽ ചെടി നനച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ മഴ പെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ മരങ്ങളിൽ നിന്നുള്ള പൂക്കളൊക്കെ നല്ലപോലെ കൊഴിഞ്ഞിട്ടുണ്ട്. ഒരു മരത്തിൽ മാത്രം എന്താണെന്നറിയില്ല, പൂ അങ്ങനെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലെ ഈ മരം പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ തളിർത്ത് മുഴുവനായിട്ടും പച്ചപ്പിലേക്ക് മാറും. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അധികം മഴ കൊണ്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ കടലാസ് ചെടിക്ക് ചെറിയൊരു മങ്ങലേറ്റിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പൂവൊക്കെ ഇങ്ങനെ ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോവും. അപ്പോൾ 2 ദിവസം കൊണ്ട് കൊഴിയുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെടികളെയും പൂക്കളെയൊക്കെ കണ്ട് ചെടിയും നനച്ച് ഞാൻ താഴത്തേക്ക് വന്നു. അപ്പോൾ പിക്കുവിൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ടുള്ള കളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. ഇവർക്ക് മാത്രമാണ് കുറച്ച് ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ സ്കൂളുകളൊക്കെ ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവർക്ക് എന്താണെങ്കിലും കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാണ്, പിന്നെ ചെറിയ ക്ലാസ് ആയതുകൊണ്ടും ആയിരിക്കാം അവർക്ക് ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കളിയൊക്കെ ഇനി ആകെ വിരലുണ്ടാവുന്ന ദിവസത്തേക്കേ ഉള്ളൂ എന്ന് പറയുമായിരുന്നു ഞാൻ അവരോട്. അപ്പോൾ അവരെന്തായാലും അവിടെ ഇരുന്ന് കളിക്കാനെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാനും ശരത്തേട്ടനും കൂടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇവിടെ KPN ഫ്രഷിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ KPN ഫ്രഷ് വരുന്നത്. പുതുതായിട്ട് കുറച്ച് നാളുകളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. അപ്പോൾ അവിടെ വെജിറ്റബിൾസും
അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ ഒരുപാട് കിട്ടുമെന്ന്, നല്ല ഫ്രഷായിട്ട് കിട്ടുമെന്നൊക്കെ ശരത്തേട്ടൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ ഇവിടേക്ക് വന്നിട്ടില്ല. ഞാൻ എപ്പോഴും റോയൽ മാർട്ടിലാണ് പോവാറുള്ളത്. എന്നാൽ പിന്നെ ഇത്തവണ ഇവിടെ ഒന്ന് കയറി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഒന്ന് കയറിയതാണ്. പിന്നെ നമ്മുടെ നന്ദിനിയുടെ ഓറഞ്ച് പാക്കറ്റിൻ്റെ മിൽക്കില്ലേ, അതിനിവിടെ ഹാഫ് ലിറ്ററിന് 25 രൂപയുള്ളൂ. ഞങ്ങളുടെ വീടിനടുത്തുള്ള തൊട്ട് കടയിൽ 28 രൂപയാണ് ഹാഫ് ലിറ്ററിന് മേടിക്കുന്നത്. ബാക്കി ഇവിടെ അടുത്തുള്ള എല്ലാ കടകളിലും 27 രൂപയുമാണ്. എന്നാൽ ഇവിടെ 25 രൂപ ഹാഫ് ലിറ്ററിന് വരുന്നുള്ളൂ. 1.5 ലിറ്റർ പാല് ദിവസം വാങ്ങിക്കുന്ന ഞങ്ങൾക്ക് അത് വലിയ ലാഭമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അത് കാരണം കൊണ്ട് ഈ തെക്ക് വടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കൂട്ടത്തിൽ ഇവിടെ കയറി ഇനി പാല് വാങ്ങിക്കാം എന്ന് ഞാൻ ശരത്തേട്ടനോട് പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എത്തി. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലഞ്ചാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. 1 പോട്ട് മീൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പം ഞാൻ ഫ്രഷായിട്ട് നമ്മുടെ KPN ഫ്രഷിൽ നിന്ന് കൂണ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും ക്യാപ്സിക്കം ഇട്ടിട്ടുള്ള ഒരു റൈസാണ് ഈ ഉണ്ടാക്കുന്നത്. സവാളയൊക്കെ വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആഡ് ചെയ്ത് കുറച്ച് സോസുകളും സ്പൈസസൊക്കെ ചേർത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, ഒരു ഹാഫ് ആൻ അവറിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 1 പോട്ട് മീലാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാനൊരു ഷോർട്സ് ആയിട്ട് ആഡ് ചെയ്തേക്കാം. അതാവുമ്പോൾ നിങ്ങൾക്ക് സ്കൂളൊക്കെ തുറക്കുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുത്തയക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും. ഈ മഷ്റൂമും കാര്യങ്ങളൊക്കെ കുട്ടികൾ കഴിക്കുന്നത് വളരെ വളരെ നല്ലതാണ് കേട്ടോ. ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് പിടിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ റൈസൊക്കെ ആ കൂട്ടത്തിലാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ വയറ് നിറയുകയും ചെയ്യും, പോഷകാഹാരം അവരുടെ വയറ്റിലേക്ക് എത്തുകയും ചെയ്യും. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 3-4 പീസ് ചിക്കൻ എടുത്ത് മാരിനേറ്റ് ചെയ്തത് എടുത്ത് ഞാൻ ഫ്രൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിനൊരു സൈഡ് ഡിഷായിട്ട് അത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും തന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. എന്തായാലും ഞാനിതിൻ്റെ റെസിപ്പി ഷോർട്സിൽ കാണിച്ചേക്കാം. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഉച്ചയ്ക്കലത്തെ ഈസി പീസി ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്നൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫീനിക്സ് മാൾ വരെ പോയതാണ് കേട്ടോ. അത് കാണിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. പെട്ടെന്നൊരു സാധനം വാങ്ങിക്കണമായിരുന്നു, അതുകൊണ്ട് പോയതാണ്. ആ ധൃതിക്കകത്ത് ഞാനങ്ങനെ വീഡിയോ എടുക്കാനൊന്നും മെനക്കെട്ടില്ലായിരുന്നു. ഇന്ന് ആകെ ധൃതി പിടിച്ചിട്ടുള്ള ഒരു ദിവസമായിട്ട് എനിക്ക് തോന്നി. എല്ലാം ഷടപടേ എന്നായിരുന്നു. ഒരു മണിക്കൂർ മാത്രമേ ഞങ്ങൾ ഫീനിക്സ് മാളിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. സാധനം വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. തനുകുട്ടിക്ക് അതിൻ്റെ സങ്കടമായിരുന്നു കേട്ടോ. അവിടെ കയറണം ഇവിടെ കയറണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാശിയല്ല, കുറേ നാളായിട്ട് ഫീനിക്സിലേക്ക് പോവാത്തതിൻ്റെ ഒരു വിഷമമാണ് കേട്ടോ. നമുക്ക് അതിനുള്ള സമയമില്ലാത്ത കാരണം കൊണ്ടും പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്ന കാരണം കൊണ്ടും വേഗം തന്നെ ഞങ്ങൾ വന്നു. അപ്പോഴത്തേക്കും തന്നെ വൈകുന്നേരം വിളക്ക് വയ്ക്കുന്ന സമയമായിട്ടുണ്ടായിരുന്നു. പുറത്തു പോയ കാരണം കൊണ്ട് പെട്ടെന്നൊന്ന് മേല് കഴുകിയിട്ടാണ് ഞാൻ വിളക്ക് തന്നെ വെച്ചത്. എന്നിട്ടാണ് ഒരു സ്ഥലത്ത് ഒന്ന് വന്നിരുന്നത് കേട്ടോ. ഒരു പഴമൊക്കെ എടുത്ത് ഇവിടെ കഴിക്കാനായിട്ട് വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്തായിരുന്നു ശരത്തായിട്ട് നമ്മുടെ സീലിങ്ങിലെ LED സ്ട്രിപ്സ് ഒട്ടിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ട് അതങ്ങ് ശരിയായിട്ടില്ല. ഇത്തവണ വാങ്ങിച്ച് വെച്ചപ്പോഴത്തേക്കും നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കളറല്ല കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബ്ലൂ ആയിരുന്നു ഇവിടെ മുന്നേ ഉണ്ടായിരുന്നത്. അത് കാണാൻ നല്ല രസമായിരുന്നു. ഇതിപ്പോൾ ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ, ഒരു വാമായിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതെനിക്ക് കൂടുതൽ വെട്ടമുള്ള പോലെയാണ് ഫീൽ ചെയ്യുന്നത്. എന്താണെങ്കിലും നമ്മൾ സിനിമയൊക്കെ കാണാനിരിക്കുന്ന സമയത്ത് മാത്രമേ അത് യൂസ് ചെയ്യാറുള്ളൂ. ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടു എന്ന് മാത്രം. വെറുതെ വിശ്രമിക്കാൻ ഇരുന്നിരുന്ന ഞാൻ പുറത്തെ ബഹളം കേട്ടിട്ടാണ് ഒന്ന് പുറത്തേക്ക് വന്ന് നോക്കിയത്. അപ്പോൾ അത് ആ കുട്ടികൾ ക്യാമ്പ് ഫയർ എന്നും പറഞ്ഞ് കുറേ മരക്കഷ്ണമൊക്കെ കൂട്ടിയിട്ട് തീയും കത്തിച്ച് ദേ ഇവിടെ ഡാൻസും കൂത്തൊക്കെ ആയിട്ട് നിൽക്കുന്നു. ഒപ്പത്തിന് നമ്മുടെ നൈബേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മാത്രം ഇവിടെ ഇറങ്ങി വരാത്തതായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നെ ഇത് കുറച്ച് നേരം കണ്ടേക്കാമെന്ന് വിചാരിച്ചു.
ഇവർ 4 പേരും ഈ വഴിയിലെ തിക്ക് ഫ്രണ്ട്സ് ആണ് കേട്ടോ. അപ്പോൾ വെക്കേഷൻ കഴിയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആഘോഷമാണ് ഈ കാണുന്നത്. അങ്ങനെ കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് ഇനി കാര്യത്തിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. 2 പേരും വന്നതിന് ശേഷം കുളിപ്പിച്ചായിരുന്നു കേട്ടോ. നല്ല മണമായിരുന്നു ഈ പുക അടിച്ചിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ആ തീൻ്റെയോ ആ പുകയുടെയൊക്കെ സ്മെല്ല് മാറാൻ വേണ്ടി 2 പേരും കൊണ്ടുപോയി കുളിപ്പിച്ചു, വൃത്തിയാക്കി കൊണ്ടുവന്നു. അപ്പോഴത്തേക്കും ശരത്തേട്ടൻ ബുക്കൊക്കെ കവർ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആകെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ഇപ്പോൾ ഒന്നിച്ച് 2 പേരുടെയും ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം ഒത്തിരി ബുക്സ് ഉണ്ട്. അപ്പോൾ ഒരാളുടെ ഇന്ന് ചെയ്ത് തീർക്കാം എന്നാണ് ഞങ്ങൾ 2 പേരും വിചാരിച്ചത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുടുംബമായിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. കുട്ടികൾ 2 പേരും കവർ ചെയ്യാനായിട്ടുള്ള പ്രായമാകാത്ത കാരണം കൊണ്ട് അവരെ കൂടെ ഇരുത്തി അവരെ പേര് എഴുതിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. എന്നാലും അവരുടെയും കൂടിയും ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എല്ലാ കാര്യങ്ങളിലും വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ലേ രാമനാരായണ എന്നും പറഞ്ഞിരിക്കാവും. അപ്പോൾ അത് കാരണം കൊണ്ട് എന്ത് ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിലും എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടാണ് വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാനും ശരത്തേട്ടനും ഇതൊക്കെ കവർ ചെയ്യും. അവരൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇടയിൽ. ബുക്സൊക്കെ പിടിച്ചു തരാനും പേരെഴുതാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പൊതിഞ്ഞ ബുക്കുകൾ മാറ്റി വയ്ക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ പറക്കി കൂട്ടി കളയുന്നതും വൃത്തിയാക്കുന്നതൊക്കെ അവർ 2 പേരും ചേർന്നിട്ടാണ് കേട്ടോ. അതിനിടയ്ക്ക് ഞങ്ങൾ സിനിമയും വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് ബോറടിക്കില്ല. ഇടയ്ക്ക് നമുക്ക് സ്ക്രീനിലൊക്കെ നോക്കി കുറച്ച് നേരം ചിരിക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വേഗം ചെയ്തു തീർക്കുന്നത് കേട്ടോ. ഈ കൊല്ലം 2 പേരും ഞങ്ങൾ സ്കൂൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നത്തെ സ്കൂളിലെ മാനേജ്മെൻറ്റായിട്ട് പാരൻസിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ലക്ഷങ്ങൾ മുടക്കി നമ്മൾ നമ്മുടെ കുട്ടികളെ അവരുടെ സ്കൂളിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച് പഠിപ്പിക്കുമ്പോൾ തിരിച്ച് അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടായിരിക്കില്ലേ, അത് അവിടെ ഞങ്ങൾ കണ്ടില്ലായിരുന്നു. പലതവണ നമ്മുടെ കൺസേൺസ് നമ്മൾ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവരുടെ ഭാഗത്തു നിന്നൊരു തണുപ്പം പ്രതികരണമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പാരൻസിൻ്റെ ഒരു അഭിപ്രായങ്ങൾക്കും വില വയ്ക്കാത്ത ഒരു സ്കൂളിൽ ഞങ്ങളുടെ മക്കൾ പഠിക്കേണ്ടതെന്ന് ഞങ്ങളും തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മൾ അവരെ സ്കൂൾ മാറ്റിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പുതിയ സ്കൂളിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ബുക്ക് പുതിയലോടുകൂടി അന്നത്തെ ദിവസം അവസാനിച്ചു കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.